ഈ കൊറോണ വന്നതിന് ശേഷം എപ്പം നമ്മൾ പുറത്ത് പോവുകയാണെങ്കിലും മാസ്ക് ധരിക്കുക, അതുപോലെ തന്നെ പുറത്തു നിന്ന് വരികയാണെങ്കിൽ ഹാൻഡ് സാനിറ്ററി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഒരു പുതിയൊരു റൂൾ കൂടി വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വ്യാപാരികൾക്കും കസ്റ്റമേഴ്സിനും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അതായത് നമ്മുടെ സാധനം വാങ്ങാൻ പോകുന്നവർക്കും സാധനം വിൽക്കുന്നവർക്കൊക്കെ ഒരു ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ്. എസ്പെഷ്യലി ഇപ്പോൾ കൊറോണ ആയ സിറ്റുവേഷനിലും ഒരു ഉപകാരപ്പെട്ട വീഡിയോ ആണെന്നൊക്കെ പറയാം. ഓക്കെ, എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരാളും വന്ന് നമ്മുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങുക. നമ്മളെടുത്ത് നിന്ന് ആൾക്ക് കൊറോണ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ടെൻഷൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇയാളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. സോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് തന്നെ ആപ്പ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഈ ആപ്പിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ സ്കാൻ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. ഓക്കെ, സോ ഇത് ഓണർക്ക് കുറച്ചുകൂടി ഒന്ന് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. ഒക്കെ അവരെ ഫുൾ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, അതുപോലെ തന്നെ പേര്, അഡ്രസ്സൊക്കെ അവർക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവരും ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. സോ പണ്ടൊക്കെ നമുക്ക് എക്സെൻഡർ തുറന്നാലാണ് QR കോഡ് കാണുക, അല്ലെങ്കിലൊക്കെ പെട്രോൾ പമ്പിലാണ് നമുക്ക് QR കോഡ് കാണാൻ കഴിയും. എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് എല്ലാ ഷോപ്പിൻ്റെ മുമ്പിലും നമുക്ക് ഈ ഒരു QR കോഡ് കാണാവുന്നതാണ്. സോ ഇതൊക്കെ നമ്മൾ സ്കാൻ ചെയ്യണം. ഓക്കെ, നമ്മളങ്ങോട്ട് കയറുമ്പോൾ നമ്മളങ്ങോട്ട് ഇറങ്ങുമ്പോഴും നമ്മൾ ഇതിന്ന് സ്കാൻ ചെയ്യേണ്ടതുണ്ട്. സോ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എത്ര നേരം അവിടെ നിന്ന് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഷോപ്പ് ഓണറിൻ്റെ അടുത്തേക്ക് പോവുകയായിരിക്കും. അങ്ങനത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇതെല്ലാവരും മാക്സിമം ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, കാരണം നിങ്ങൾ കസ്റ്റമേഴ്സാണ് അല്ലെങ്കിൽ വ്യാപാരമൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും നിങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുക. കാരണം ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ വിഗിൽ ഈ ഡയറി എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ആപ്പിൻ്റെ ലോഗോ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇവിടെ നെയിം, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, മൊബൈൽ നമ്പർ എന്ന 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ആ പേരിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളുടെ പേര്, ഓക്കെ, ഫുൾ നെയിം എഴുതണമാണ് ഏറ്റവും നന്നാവുക. സോ ഞാൻ എൻ്റെ ഫുൾ നെയിം എഴുതുകയാണ്. മുഹമ്മദ് റഹാൻ, ഓക്കെ, എന്നാണ് എൻ്റെ പേര്. പിന്നെ ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾ പോയിട്ട് ഇവിടെ നിങ്ങൾക്കൊരു ഏരോ മാർക്ക് കാണാം. ഓക്കെ, ഒരു ഡൗൺ ഏരോ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡിസ്ട്രിക്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. കോഴിക്കോടാണ് കോഴിക്കോട് സെലക്ട് ചെയ്യുക, മലപ്പുറമാണ് മലപ്പുറം സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പിൻകോഡ് സെറ്റ് ചെയ്യുക. ഓക്കെ, എൻ്റെ പിൻകോഡ് എന്ന് പറഞ്ഞാൽ 6735A1 എന്നുള്ളൊരു പിൻകോഡാണ്. അപ്പോൾ നിങ്ങളുടെ പിൻകോഡ് സെറ്റ് ചെയ്യുക. എന്നിട്ട് അവസാനമായിട്ട് നമ്മൾ മൊബൈൽ നമ്പർ ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്തായാലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കാരണം ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ശേഷം എല്ലാം ക്ലിയർ ആയതിന് ശേഷം നിങ്ങളൊന്ന് സൈനപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു 6 അക്ക OTP നമ്പർ വരും. അത് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. അങ്ങനെ 6 അക്ക കോഡ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒറ്റ പ്രാവശ്യം മാത്രം ഇത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതൊന്ന് ലോഡായിട്ട് പിന്നെ അതിൻ്റെ ലോഗോ ഒന്ന് കാണിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ കുറച്ച് എലോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. പിക്ചറും വീഡിയോസും അതുപോലെ ലൊക്കേഷനൊക്കെ ഒന്ന് എലോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതൊക്കെ എലോ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഷോപ്പുകളിൽ പോവുകയാണെങ്കിൽ മുന്നിലുള്ള QR കോഡ് എടുക്കുക, ചെക്ക് ഇന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു QR കോഡ് കാണാം. അതൊന്ന് സ്കാൻ ചെയ്യും. എന്നിട്ട് ഇതാ ഇവിടെ ചെക്കിങ്, പിന്നെ ആ ഒരു ഷോപ്പിൻ്റെ പേരും വരും. പിന്നെ ആ ഷോപ്പിൻ്റെ അഡ്രസ്സ്, അതുപോലെ തന്നെ അവരെ നമ്പർ, കുറച്ച് കാര്യങ്ങളൊക്കെ തരും. എന്നിട്ട് നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ടൈമർ ഓടുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു റെഡ് കളർ ടൈമർ ഓടുന്നത് കാണാം. സോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര നേരം അവിടെ നിന്ന് എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോരാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഗ്രീന് സംഭവം കാണില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിൽ പോയാൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കാണും. ഓക്കെ, ലാംഗ്വേജ് മാറ്റിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മലയാളത്തിലേക്ക് ആവുന്നതാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലായില്ലെങ്കിൽ ഇത് മലയാളത്തിലേക്ക് ആക്കാവുന്നതാണ്. പിന്നെ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് നമ്മൾ ഈ ഒരു ചെക്ക് ഔട്ട് എന്നൊന്ന് ക്ലിക്ക് ചെയ്യും. ഓക്കെ, പിന്നെ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. സോ അത് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം. കാരണം ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണൊക്കെ. നമ്മുടെ ഈ ഒരു കൊറോണനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടാക്കണം കേസ്. എന്നാലേ ഉള്ളൂ നമുക്കെല്ലാവർക്കും പഴയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും അതൊക്കെ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ പെരുന്നാളും ഈ ഓണം ഒന്നിനും നമുക്ക് പറ്റാത്ത രീതിയിലേക്കുണ്ട്. സോ അടുത്തതെങ്കിലും നമുക്ക് അടിപൊളിയാവാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കുക. സോ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ
സോ ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എല്ലാവർക്കും അങ്ങോട്ട് ഷെയർ ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം പറഞ്ഞു. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, അത് മാത്രം മതി. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഉടനെ തന്നെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. സോ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം.